ഇത്തരം ട്രാവലുകളെല്ലാം എല്ലാവർക്കും ഒരു വൺ ടൈം എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പം ഞാൻ തന്നെ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുന്ന സമയത്തൊക്കെ യൂറോപ്പിലേക്കുള്ള വീഡിയോസും അതുപോലെ തന്നെ ഒരുപാട് പോസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പം റിയൽ ആയിട്ട് ഒരു ട്രാവലർ നോക്കുന്ന സമയത്ത് ശരിക്കും കൺഫ്യൂസ്ഡ് അല്ലേ? അപ്പം എങ്ങനെ ഇതൊന്ന് ക്യൂറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. കൺഫ്യൂഷൻ എങ്ങനെ നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും? അത് അങ്ങനെ തന്നെയാണ്. അത് ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഒരു പോസ്റ്ററോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻസ് കമ്പനിയുടെ ഒരു വീഡിയോ നോക്കിയാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് പല ഓപ്ഷൻസും വരും. വലിയൊരു പ്രോബ്ലം തന്നെയാണ്, വലിയൊരു ചലഞ്ചാണ്. അതായത് ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ടീം ചെയ്യുമ്പോൾ അതൊരു ബെറ്റർ എക്സിക്യൂഷൻ നടക്കും എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. പക്ഷെ അത് മാത്രമല്ല, നമ്മൾ സെലക്ഷൻ ഓഫ് ടൂർ, ഒരു യൂറോപ്യൻ ടൂറിൻ്റെ സെലക്ഷൻ പ്രോസസ്സിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശരിക്കും നോക്കിയേ പറ്റും. ബിക്കോസ് നല്ലൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്ത് പോകുന്നതാണ്. ഇപ്പോൾ 12 ദിവസം എന്ന് പറഞ്ഞൊരു 3 lakhs പ്ലസ് ആണ് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് നല്ലൊരു പ്രോഗ്രാമിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ സ്ക്രോളിങ്ങിൽ നമ്മൾ വീണു പോവാതെ, അല്ലെങ്കിൽ ഒരു ഐഫൽ ടവറിൻ്റെ ഒരു പിക്ചർ കണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കണ്ട് നമ്മൾ അതിൽ വീണു പോകാതെ നമ്മൾ ഒരു 3, 4, 5 കൊട്ടേഷൻ എടുത്തിട്ട് അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് സ്റ്റഡി ചെയ്യണം. കറക്റ്റായിട്ട് സ്റ്റഡി ചെയ്തിട്ടേ സെലക്ട് ചെയ്തിട്ടേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അതിനുള്ളൊരു ഇതെന്ന് പറയുന്നത് നമ്മുടെ വൺ ടൈം എക്സ്പീരിയൻസ് ആണല്ലോ. നമ്മൾ വീണ്ടും യൂറോപ്പ് ട്രാവൽ ചെയ്യാൻ പോകുന്നില്ല. അത് കമ്പയർ ചെയ്ത് നിങ്ങൾ തന്നെ ഈ ഒരു പ്രോഗ്രാമിൽ ഇന്ന സാധനങ്ങൾ ഇൻക്ലൂഡഡ് ആണ്, അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ എടുക്കുമ്പോൾ ഇതിൽ ഇന്നതൊക്കെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ എനിക്ക് വേണ്ടത് ഇതൊക്കെയാണ്, എൻ്റെ ട്രാവൽ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളത് അത് നിങ്ങൾ അഷ്യൂർ ചെയ്യണം. ആ ഏജൻസിയെ നിങ്ങൾ വീണ്ടും വിളിച്ചുകൊണ്ട് തന്നെ ഇത്രയും സാധനങ്ങൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ പ്രോഗ്രാം ഞാൻ ചൂസ് ചെയ്തത്, അതുകൊണ്ട് തന്നെ എനിക്ക് ആ സർവീസസ് അഷ്യൂർ ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് സംസാരിച്ചു കൊണ്ടുവേണം നമ്മൾ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രിപ്പ് വേസ്റ്റായി പോകും. നമ്മൾക്ക് പ്രൈസ് കോൺഷ്യസ് മാത്രം വെച്ചുകൊണ്ട് യൂറോപ്യൻ ടൂർ ചൂസ് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ അവിടെ എത്തി ട്രാവൽ ചെയ്യുമ്പോഴേ ഇത് ഇവിടുന്ന് ടച്ച് ചെയ്തോ ഫീൽ ചെയ്തോ പോകാൻ പറ്റുന്നല്ല. ബിക്കോസ് വി ആർ സെല്ലിംഗ് ദ ഡ്രീം. യൂറോപ്പ് എന്ന് പറയുന്ന ഒരു ഡ്രീമായിരിക്കുന്ന ഒരു പാസഞ്ചറെയാണ് നമ്മൾ ഈ ട്രിപ്പിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഡ്രീം റിയാലിറ്റി വേർഷനിൽ എത്തുന്ന സമയത്ത് നമ്മളത് ടച്ച് ആൻഡ് ഫീൽ ചെയ്യുമ്പോഴായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കുറേ ഹിഡൻ തിങ്സും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അറിയുള്ളൂ. ആ സമയത്ത് നമ്മൾക്കത് റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് ഇൻ അഡ്വാൻസ് തന്നെ അഷ്യൂർ ചെയ്യണം.